കഴിഞ്ഞ ആളുകൾ അഥവാ ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളില്ലേ, അവർക്ക് ഹറാം എന്തെന്നോ ഹലാൽ എന്തെന്നോ അറിയാത്തൊരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ നിങ്ങൾ മോഡലാക്കി കഴിഞ്ഞാൽ, അവരെ നിങ്ങൾ മാതൃകയാക്കി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അന്ന് പൊരുത്തപ്പെട്ട രീതിയിലൂടെ മാത്രമല്ല സഞ്ചരിക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെയാണ് പിന്നീട് അത് സഞ്ചരിക്കുക. ആ ഒരവസ്ഥയിലേക്ക് സമുദായം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ എത്ര ഉമ്മമാർ നമ്മുടെ മക്കളെ മാറ്റി ഒരുക്കിയിട്ട് പറഞ്ഞയച്ചവരുണ്ട്. നാണിച്ച് തല കുഴിച്ചു പോകുന്ന സാഹചര്യമല്ലേ ഉള്ളത്. നിങ്ങൾ എത്ര മുത്തഖീങ്ങളായി ഈ സദസ്സിലിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും അതിന് സാക്ഷ്യം വഹിച്ചവരാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളായവരാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വളരെയേറെ വേദനയോടെ നമ്മളോട് പറഞ്ഞതാണല്ലോ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, മയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി ലമിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്തൊരു മതത്തെയോ ഒരു ഇസത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ ആരെങ്കിലും മതമായി അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ മതാചാരത്തിന്റെ സാദൃശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയോ ചെയ്താൽ ഫലൻ യുഖ്ബല മിൻഹു, പരിശുദ്ധ ഖുർആൻ പറയാനത് അവരിൽ നിന്ന് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, വഹുവ ഫിൽ ആഖിറതി ലമിനൽ ഖാസിരീൻ. ഇന്നത്തെ അടിച്ചു പൊളിച്ചുള്ള ജീവിതമെല്ലാം അവസാനിക്കും. ഒരു ദിവസം നമ്മുടെ ജനാസ കൊണ്ടുപോയി പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവെക്കുന്ന ഒരു സാഹചര്യം വരും. അന്ന് നമ്മുടെ കൂടെ നിന്നവരും നമുക്ക് മേക്കപ്പ് ചെയ്തു തന്നവരും നമുക്ക് സെൽഫി എടുക്കാൻ നമ്മുടെ പുറകിൽ നിന്നവരും ഒരാളെയും കൂടെ കാണൂല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം സംജാതമാകുന്ന സമയത്ത്, ആ സമയത്താണ് നമ്മളെല്ലാം വായ തുറക്കുക. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു മനുഷ്യൻ ഏതൊരു വിഭാഗത്തിന്റെ കൂടെയാണോ കൂടുന്നത്, ആരുടെ വേഷം കെട്ടാണോ നടത്തുന്നതെങ്കിൽ, മുത്തുനബി 1500 കൊല്ലം മുമ്പ് പറഞ്ഞത് ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. എന്തിനാ സഹോദര സഹോദരി നമ്മളിങ്ങനെ ഈ മാനികമായ വേഷം ധരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായി നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്? ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ മുസ്ലിമാകണം, അവന്റെ ചിന്തയിൽ മുസ്ലിമാകണം, അവന്റെ നോട്ടത്തിലും അവന്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നമ്മളിൽ ഇസ്ലാം ഉണ്ടാകണം. അല്ലാത്തൊരു സാഹചര്യമാണ് നമ്മളിൽ കണ്ടുപോരുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്, അയ്യുമംറാത്തിൻ ഇസ്തഅതറത ثم خرجت من بيت زوجها فمرت على قوم يجدوا ريحها فهي زانية فهي زانية فهي زانية شفيعنا رسول الله. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഹബീബ് നമ്മളോട് ഇത് പഠിപ്പിച്ചത്? ഏതൊരു പെണ്ണും ഏതൊരു പെണ്ണും അട്രാക്ഷനുള്ള കളറിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അന്യ പുരുഷന്മാര് കാണട്ടെ എന്ന ചിന്തയോടെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഹബീബായ മുത്തുനബി അവളെ പറ്റി പറഞ്ഞത് ഫഹിയ സാനിയ ഫഹിയ സാനിയ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിയാണ്, വ്യഭിചാരിയാണ്, അഭിസാരകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഹബീബായ തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല പെണ്ണേതെന്ന് ചോദിച്ചപ്പോൾ ഖൈറുൻ നിസാഇ ലത്തി ഇദാ നമർത ഇലൈഹാ സർറസക, നീ നോക്കുമ്പോഴേക്ക് നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണ്, വഇദാ അമർതഹാ അതഅതക, നീ എന്താണോ അവളോട് പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കുന്ന പെണ്ണ്, വഇദാ ഗിബ്ത അൻഹാ ഹഫളതക ഫീ നഫ്സിഹാ വമാലിക, നിന്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെയും അവളുടെ സമ്പത്തിനെയും സംരക്ഷിക്കുന്ന പെണ്ണ്. ഇതാണ് യഥാർത്ഥമായ ഒരു പെണ്ണിന്റെ അടിത്തറയെന്ന ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളാകുന്ന സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മഹദി പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്. 3 മാസം കഴിഞ്ഞിട്ട് പോലും ആയിഷ ബീവിയുടെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല. ആരാണ് ആയിഷ ബീവി എന്നറിയോ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയാണ്. അങ്ങനത്തെ ആയിഷ ബീവിയുടെ
ബീവിയുടെ വീട്ടിൽ 3 മാസത്തോളം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചു വന്നവരാണ് അവര്. പക്ഷെ അവരവരുടെ വിശ്വാസത്തെയും അവരുടെ എത്തിക്കാതിനെയും അവരുടെ ആദർശത്തെയും ഒരാളുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല. ഭർത്താവിന്റെ വീട്ടിൽ പട്ടിണിയാണെന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് തെറ്റിപ്പോയിട്ടില്ല. തന്റെ മാതാപിതാക്കളോട് ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞറിയിച്ചിട്ടില്ല. അങ്ങനെ ആയിഷ ബീവിയും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും എന്ന് വേണ്ട നമ്മുടെ മഹത്തുക്കളാകുന്ന മുൻഗാമികളെല്ലാം വളരെ പ്രയാസങ്ങൾ സഹിച്ചവരാണ്. പക്ഷെ ആ പ്രയാസങ്ങൾ സഹിച്ച സമയത്തും അവരൊരിക്കലും തന്നെ അവരുടെ പ്രയാസങ്ങളുടെ പേരിൽ പടച്ച റബ്ബിനെ ധിക്കരിച്ചിട്ടില്ല. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചിട്ടില്ല.